കെ പ്രകാശ് ബാബുവിനെ വീണ്ടും ഒഴിവാക്കി CPI സംസ്ഥാന നേതൃത്വം ദേശീയ സെക്രട്ടേറിയറ്റിലേക്കുള്ള ഒഴിവിൽ ആനി രാജയെ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും സീനിയറായ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ കെ പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയാണ് ആനി രാജയെ നിർദ്ദേശിച്ചത്. കാനം രാജേന്ദ്രന്റെ ഒഴിവിലാണ് ആനി രാജയെ ദേശീയ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയത്. നേരത്തെ രാജ്യസഭാ സീറ്റിൽ നിന്ന് പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയിരുന്നു. AITUC ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനെ ദേശീയ എക്സിക്യൂട്ടീവിലും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് R ശ്രീജിത്താണ് തത്സമയം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിക്കൊണ്ടാണ് നേതൃത്വം ആനി രാജയെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ട് ഉള്ളത്. നേരത്തെ ഈ രാജ്യസഭാ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരുന്നു. കാനം ഫാക്ടർ വീണ്ടും വർക്കാവുന്നുണ്ടോ എന്നുള്ള ചർച്ചകൾക്കിടയിലാണ് നിർണായകമായ ഒരു നീക്കം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ബിനിൽ, ഇന്നലെ നടന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ആനി രാജയെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാക്കാനുള്ള നിർദ്ദേശം അംഗീകരിച്ചത്. സംസ്ഥാന ഘടകമാണ് ഈ നിർദ്ദേശം വെച്ചത്. CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവും ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായി പ്രവർത്തിക്കുന്ന കാനം രാജേന്ദ്രന്റെ അകാല നിര്യാണത്തെ തുടർന്ന് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ 2 നിയമനങ്ങൾ നടന്നിരിക്കുന്നത്. ഈ 2 നിയമനങ്ങളും സംസ്ഥാന ഘടകത്തിന്റെ ശുപാർശ പരിഗണിച്ചുകൊണ്ടാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ നികത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ സെക്രട്ടറിയിലേക്കുള്ള ഒഴിവായിരുന്നു. ദേശീയ സെക്രട്ടറിയിലേക്ക് കേരളത്തിൽ നിന്ന് സ്വാഭാവികമായും വിരോധിച്ച ശേഷം വരേണ്ടത് കെ പ്രകാശ് ബാബുവാണ്. അദ്ദേഹമാണ് ദേശീയ എക്സിക്യൂട്ടീവിൽ ഉള്ള സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന നേതാവ്. മാത്രമല്ല, സംഘടനാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും അദ്ദേഹത്തിന്റെ ഔന്നിത്യം ചോദ്യം ചെയ്യാവുന്ന മറ്റൊരു നേതാവ് CPIയിൽ ഇല്ല. എന്നാൽ അത്തരത്തിലുള്ള മികവുള്ള കെ പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയാണ് സംസ്ഥാന ഘടകത്തിന്റെ ഭാഗമായി ഉള്ള ആൾ പോലും അല്ലാത്ത ആനി രാജയെ ദേശീയ സെക്രട്ടറിയിലേക്ക് ശുപാർശ ചെയ്തത്. ഇത് കെ പ്രകാശ് ബാബുവിനെ ഒഴിവാക്കാനുള്ള ബോധപൂർവമുള്ള നീക്കമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ ദേശീയ എക്സിക്യൂട്ടീവിലേക്ക് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കാനത്തിന്റെ ഒഴിവിലേക്കാണ് നിയമനം. എന്നാൽ ദേശീയ സെക്രട്ടറിയിലേക്കുള്ള കെ പ്രകാശ് ബാബുവിന്റെ ഒഴിവാക്കൽ വലിയ തോതിൽ പാർട്ടിക്കകത്ത് ചർച്ചയാകാൻ പോവുകയാണ്. ബോധപൂർവമുള്ള ഒരു ഇടപെടലായിട്ടാണ് കാണുന്നത്. മാത്രമല്ല, നേരത്തെ ബിനിൽ സൂചിപ്പിച്ച പോലെ പഴയ കാനം ഗ്രൂപ്പ് ഇപ്പോഴും വളരെ ഏകോപനത്തോടെ പ്രവർത്തിച്ച് പ്രകാശ് ബാബുവിനെ ഒഴിവാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ സജീവമാകുന്നത്. എന്തായാലും ആനി രാജ ദേശീയ സെക്രട്ടറി അംഗമായിരിക്കുന്നു. ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായി KP രാജേന്ദ്രനെയും സംസ്ഥാന ഘടകം നിർദ്ദേശിച്ചു. ഈ 2 നിർദ്ദേശങ്ങളും CPIയുടെ ദേശീയ നേതൃത്വം അംഗീകരിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നോ നാളെയോ ആയി പുറത്തുവരും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് R ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രകാശ് ബാബുവിനെ വീണ്ടും ഒഴിവാക്കിയിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. ദേശീയ സെക്രട്ടേറിയറ്റിലേക്കുള്ള ഒഴിവിൽ കേരളത്തിലുള്ള സജീവ പ്രവർത്തക അല്ലെങ്കിൽ പോലും ആനി രാജയെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉൾപ്പെടെ കണ്ടിട്ടുള്ള പ്രശ്നങ്ങളുടെ വിഭാഗീയ വ്യത്യാസങ്ങളുടെ ഭാഗമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. സീനിയറായിട്ടുള്ള ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ കെ പ്രകാശ് ബാബുവിനെ ഒഴിവാക്കി എന്നുള്ളതിന് എന്ത് വിശദീകരണമാണ് പാർട്ടി നൽകുക എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. R ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.